ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി കാസർഗോഡ് ജില്ലയിലും ലഹരി മാഫിയകളുടെ ഉറക്കം കെടുത്തുന്നു. ബദിയടുക്ക പോലീസും കുമ്പള പോലീസും നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി 2 പേർ പിടിയിലായി. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബദിയടുക്ക പോലീസ് നടത്തിയ പരിശോധനയിലാണ് 30 ഗ്രാം വരുന്ന MDMA-യുമായി പുത്തികെ കട്ടത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് ഹനീഫ എന്ന 36-കാരൻ പിടിയിലായത്. ഇൻസ്പെക്ടർ അനൂപ് കൃഷ്ണന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 5:30 ബോൾക്കട്ടയിൽ വെച്ചാണ് ഇയാളെ SI രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഹനീഫ ഓടിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു. ASI സജീവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ്, വിജിൽ, SP-യുടെ സ്ക്വാഡ് അംഗങ്ങളായ നിജിൻ കുമാർ, രജീഷ്, അനീഷ്, ഭക്തശെൽവൻ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. കുമ്പള പോലീസ് സീതാങ്കുടിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് 12 ഗ്രാം MDMA-യുമായി പുത്തികെ മുഗു ഉറുമി സ്വദേശിയായ അലി എന്ന 44-കാരൻ പിടിയിലായത്. SI അനന്തകൃഷ്ണൻ ആർ മേനോന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടുത്തെ പരിശോധന. രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 2:45 സീതാങ്കുടിയിലെ ഒരു കെട്ടിടത്തിൽ വെച്ച് ഇയാളെ പിടികൂടിയതെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ മുഹമ്മദ് ഹനീഫയും ഷബീർ അലിയും തമ്മിൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിവന്നവരാണോ എന്നത് സംബന്ധിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നാടിന്റെ സമാധാനവും ശോഭനമായ ഭാവിയും മുൻനിർത്തി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനകൾ കാസർഗോഡ് ജില്ലയിലും മാരകമായ ലഹരി വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.